ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്ലബ് മഹീന്ദ്രയിലെ മൂന്നാറിലെ ലേക്ക് വ്യൂ റിസോർട്ടാണ് കേട്ടോ. ഇവിടാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ഒരു ദിവസത്തെ സ്റ്റേ ഉള്ളൂ കേട്ടോ. മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഒരു ഫ്രണ്ട് ആദ്യത്തെ എൻട്രൻസ് ഇവിടെയാണ്. നമ്മൾ ആദ്യം ഇവിടെയാണ് വരുന്നത്. ഇതേപോലെ കുറേ ബിൽഡിങ്ങുകൾ ഇവരുടെ തന്നെ ഇതിൻ്റെ ബാക്കിലോട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ റൂമാണ്, വുഡ് കൊണ്ടുള്ളതും അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. നമുക്കിപ്പം ഹോട്ടൽ യൂണിറ്റ് റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അടിപൊളിയാണ് കേട്ടോ. നിറയെ തേയിലത്തോട്ടവും കോടമഞ്ഞ് മൂടിയും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. റിസോർട്ട് ഫുള്ള് കാണണമെങ്കിൽ ഇവരുടെ തന്നെ ജീപ്പിൽ ഇത് ഫുള്ള് കറക്കി കാണിച്ചു തരും കേട്ടോ. അവരത് പറഞ്ഞു തരും. ഇത് അങ്ങോട്ട് പോകുമ്പോൾ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഇവരുടെ തന്നെ വേറെ റിസോർട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇവർ കൊണ്ട് കാണിക്കും നമ്മളെ. അപ്പോൾ ജീപ്പിന് പ്രത്യേകം പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. എല്ലാം കാണിച്ച് നമ്മളെ തിരിച്ച് റൂമിൽ കൊണ്ടാക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. സ്റ്റുഡിയോ റൂമാണ്. ഒരു ബാത്റൂമും ഒരു ബെഡ്റൂം, നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു റൂമാണ് കേട്ടോ. ഇവർ ജനൽ തുറക്കരുതെന്ന് നമ്മുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ കുരങ്ങിൻ്റെ ശല്യമുണ്ട്. വരുമ്പോൾ കറക്റ്റ് സമയത്ത് വരാനും കൂടി നോക്കൂ കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 2 മണിക്ക് ഇവിടെ കയറണം. ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്ക് കയറണം. ഞങ്ങൾ ഏകദേശം രാത്രി 2 മണിയായി കേട്ടോ ഇവിടെ എത്തിയപ്പം. അപ്പോൾ നേരത്തെയൊക്കെ വരാൻ നോക്കുക. എന്നാലും നമുക്ക് റിസോർട്ട് എടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ. അവിടെ റിസോർട്ട് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് അത് എൻജോയ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം വേണ്ടേ. ഇതിപ്പോൾ നമ്മൾ രാത്രിയിൽ കടന്നിട്ട് രാവിലെ എണീറ്റ് പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ മൂന്നാറിലെ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാനായിട്ട് നമ്മളങ്ങ് പോവുക. അപ്പം ഞങ്ങൾ ഇത് ഉറങ്ങിയതിന് ശേഷം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഇരുന്ന് നടന്നപ്പം ഇവിടെ ഒരു പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേയിങ് റൂം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തിൽ ക്യാഷ് കൊടുത്ത് കളിക്കേണ്ട ഗെയിംസും ഉണ്ട്, അല്ലാതെ ഫ്രീ ആയിട്ടുള്ളതും ഉണ്ട്. ഒരു ഗ്യാങ് ഇതാണ്ട് ഇവിടെ ക്യാരംസ് കളിക്കാനായിട്ടിരുന്നു. ഞാനും ഫൈസും ചെസ്സ് കളിക്കാനായിട്ടാണ് കേട്ടോ ഇരുന്നത്. പക്ഷേ ചെസ്സ് അറിയില്ലെങ്കിലും ഞങ്ങൾ ചുമ്മാ ഷോയ്ക്ക് ചെസ്സ് കളിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്.